കർത്താവേ, നന്ദിയോട് തിരുമനെ വാഴ്ത്തപ്പച്ച, നന്ദിയോട് തിരുമനെ വാഴ്ത്തുന്നു, നന്ദിയോട് തിരുമനെ വാഴ്ത്തുന്നു, നന്ദിയോട് തിരുമനെ വാഴ്ത്തുന്നു. നീ നല്ലവനായിരിക്കാതെ സ്തോത്രം, നീർമതിയായവനായിരിക്കാതെ സ്തോത്രം. കർത്താവേ, നീ ഞങ്ങൾക്ക് എല്ലാത്തിനും എല്ലാമായിരിക്കുന്ന ദൈവം നീ ആയിരിക്കാതെ സ്തോത്രം. കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ, നീ സർവശക്തനായ ദൈവം, നീ ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവം, ഞങ്ങളെ കാണുന്ന ദൈവം, ഞങ്ങളെ അറിഞ്ഞിരിക്കുന്ന ഒരു ദൈവം, നന്നായി ഞങ്ങളെ മനസ്സിലാക്കിയ ഒരു ദൈവം നീ ആയിരിക്കാതെ സ്തോത്രം. അപ്പച്ചാ, നിന്റെ പാദപീഠത്തിൽ ഒരു പ്രാവശ്യം കടന്നു വന്ന് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഞങ്ങളെ നടത്തി വന്ന വിധങ്ങളെ ഓർത്ത് നമുക്ക് നന്ദി പറയുവാൻ, ഒരു പ്രാവശ്യം കൂടെ അപ്പച്ചൻ്റെ പൊന്മുഖത്തെ ഒന്ന് കർത്താവെ കാണുവാൻ, നിന്നെ സ്തുതിക്കുവാൻ, ഒരു മിനിറ്റും കൂടെ പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് ദീർഘായുസ്സും ബലനും സുഖവും തന്നല്ലോ. ഒരു അതിരാവിലെ സമയത്തെ കാണുവാൻ ഞങ്ങൾക്കൊരു ഭാഗ്യം തന്നല്ലോ. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഞങ്ങളെ നീ സൂക്ഷിച്ചതിനായി സ്തോത്രം. ലോകം മുഴുവനും കർത്താവേ സ്തോത്രം ഇളകി കിടക്കുന്ന പച്ച, ഭയങ്കരമായിരിക്കുന്ന പച്ച, ഒരുത്തർക്കും സന്തോഷമില്ല, സമാധാനമില്ല. രാജ്യങ്ങൾ, ദേശങ്ങൾ, ഗ്രാമങ്ങൾ, പട്ടണങ്ങൾ എല്ലാം അണ്ടവരെ ഭ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ ഇത്രത്തോളം നീ കാത്തല്ലോ, സൂക്ഷിച്ചല്ലോ, വഴി നടത്തി വന്നല്ലോ. അതിനായി എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടി അപ്പച്ചൻ്റെ പാദത്തിൽ നന്ദി പറയുവാൻ, സ്തുതിക്കുവാൻ, ഞങ്ങളെ മറുപടി നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുവാൻ. ഞങ്ങൾക്ക് തനിച്ച് ഈ ലോകത്തിൽ ജീവിക്കാൻ പറ്റത്തില്ല പച്ച, നിന്റെ സഹായമുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് സഹായം തേടി ഞങ്ങൾ വന്നിരിക്കുകയാണ്, അഭയം തേടി വന്നിരിക്കുകയാണ്. ഞങ്ങളെ കൈവിടരുതേ, ഉപേക്ഷിക്കരുതേ, മറക്കരുതേ, തള്ളിക്കളയരുതേ. കരങ്ങളിൽ സമർപ്പിക്കരുത്, ഇനിയും ബലപ്പെടുത്തിക്കാട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. കർത്താവിൻ്റെ പുനർനാമം മഹത്വമെടുക്കുമാറാകട്ടെ. ഇന്ന് എന്നോട് കൂടെ MAG ഹോസ്പിറ്റൽ വൈസ് മൂലമായി പ്രാർത്ഥനയിൽ അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരെയും, കേരളത്തിലും ശരി, ഇന്ത്യയിലും ശരി, ഇന്ത്യയുടെ വെളി രാജ്യങ്ങളിലും ശരി, നിങ്ങൾ എവിടെ ഇരുന്നാലും ഈ പ്രാർത്ഥന അറ്റൻഡ് ചെയ്യുന്ന നിങ്ങൾ എല്ലാവരെയും കർത്താവായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വന്ദനം പറയുന്നു. ദൈവത്തിൻ്റെ സമാധാനവും ദൈവത്തിൻ്റെ വലിയ കരവും നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. കർത്താവ് നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. ഓക്കെ, ദൈവത്തിന് സ്തോത്രം. ഇന്ന് നമ്മുടെ പ്രാർത്ഥന ആരംഭിച്ച് 1197 ദിവസത്തിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ തന്നു. ഈ ദിവസം കൂടെ കാണുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നിരിക്കും. നാളെ നമ്മളുണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഒരു വാക്യം വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 57 അധ്യായത്തിന്റെ 18 വാക്യമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. യെശയ്യാ 57 18 വാക്യം. ഞാനത് വായിക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ മേലെ താഴെയുള്ള വാക്യം കൂടെ നിങ്ങളൊന്ന് വായിച്ച് നോക്കണം. എപ്പോഴുമേ ഈ പ്രാർത്ഥന സമയത്ത് നിങ്ങളത് ഇങ്ങനെ കേൾക്കുന്നതല്ല, നിങ്ങളുടെ വേദപുസ്തകം എടുക്കണം. എന്തിനു വേണ്ടിയാണിത് പറഞ്ഞിരിക്കുന്നത്, ആരോടാണ് പറഞ്ഞിരിക്കുന്നത്, മേലെ പഠിച്ചാലേ താഴെ പഠിച്ചാലേ നമുക്ക് മനസ്സിലാകാൻ കഴിയത്തുള്ളൂ. എങ്കിൽ നമുക്കതിലുള്ള സമയമില്ലാത്തതുകൊണ്ട് ഈ ഒരു വാക്യം നമ്മൾ ധ്യാനിക്കാൻ പോകുകയാണ്. 18 വാക്യം, യെശയ്യാ 57:18. ഞാൻ അവരുടെ വഴികളെ കണ്ടിരിക്കുന്നു. ദൈവം പറയാണ്, ഞാൻ അവരെ സൗഖ്യമാക്കും. രണ്ടാമത്, ഞാൻ അവരെ നടത്തി അവർക്ക് അവരുടെ ദുഃഖിതന്മാർക്കും തന്നെ വീണ്ടും ആശ്വാസം വരുത്തും. ദൈവത്തിന് സ്തോത്രം. ആ ഒരു ചെറിയ വാക്യത്തിനകത്ത് എന്തുമാത്രം വാക്തത്വമാണ് അടങ്ങിയിരിക്കുന്നത് നിങ്ങൾ ചിന്തിക്കണം. കർത്താവ് പറയാണ്, ഞാൻ അവരുടെ വഴികളെ കണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാനും നിങ്ങളും ട്രാവൽസ് ചെയ്യുന്ന വഴികൾ, നമ്മൾ കരവഴിയായി യാത്ര ചെയ്യുന്നു, കടൽ വഴിയാകെ യാത്ര ചെയ്യുന്നു, വാനം വഴിയാകെ നമ്മൾ യാത്ര ചെയ്യുന്നു. പല രീതിയിൽ യാത്രികരായിരിക്കുന്നവരാണ് നമ്മൾ. നമ്മുടെ ജീവിതത്തിൽ എത്രയോ ആയിരം മൈലുകൾ നമ്മൾ ട്രാവൽസുകൾ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഈ പോകുന്ന വഴികളിലും തിരിയുന്ന വഴികളിലെല്ലാം നമുക്ക് എന്തുമാത്രം അനർത്ഥങ്ങൾ, എന്തുമാത്രം ആപത്തുകൾ, എന്തുമാത്രം മരണങ്ങൾ, പ്രതിസന്ധികളെല്ലാം നമുക്ക് വന്നിട്ടുണ്ട്. അവിടെ എല്ലാം എങ്ങനെ നമ്മൾ രക്ഷപ്പെട്ടു, അതാണ് വിഷയം. ഇവിടെ പറയുന്നത്, ഞാൻ അവരുടെ വഴികളെ കണ്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു യാത്ര ആരംഭിക്കുമ്പോൾ അത് എവിടുന്ന് ആരംഭിക്കുന്നു, എവിടെ കൊണ്ട് അവസാനിക്കുന്നു, കർത്താവിന് വഴി അറിയാം. ദൈവം അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് മുന്നേ ദൈവം നടന്നു പോകാണ്. വേദപുസ്തകം പഠിപ്പിക്കുന്നതാണിത്. ദൈവം നമുക്ക് മുന്നേ നടന്നു പോകുന്നു. എന്തിന്? തടസ്സങ്ങൾ മാറ്റുവാൻ. തൻ്റെ ദൂതന്മാരെ നമുക്ക് മുൻപായി കർത്താവ് അയക്കുന്നു. എന്തിന്? നമുക്ക് വഴികളെ ഒരുക്കുവാൻ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കാല് കല്ലിൽ തട്ടാതെ തൻ്റെ ദൂതന്മാർ എടുത്തോണ്ട് പോകുന്നത് എന്തുകൊണ്ട്? നമ്മുടെ കാല് നമ്മൾ തട്ടി നമ്മൾ വീണ് കൈകാല് മുറിഞ്ഞൊരു ആപത്ത് വരാതെ. അപ്പൊ എത്രമാത്രം സൂക്ഷിക്കக்கூடிய ഉത്തരവാദിത്വമുള്ള ഒരു ജീവനുള്ള ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നതിന് എനിക്കൊരു ഭാഗ്യം கிடைച്ചതിനായി ദൈവത്തെ സ്തുതിക്കണ്ടായോ? ദൈവത്തെ മഹത്വപ്പെടുത്തിയേ ഒക്കത്തുള്ളൂ. ദൈവത്തെ സ്തുതിക്കണം. അങ്ങനെയെങ്കിൽ ദൈവം പറഞ്ഞു, ഞാൻ കർത്താവിന് സ്തോത്രം, അവരുടെ വഴികളെ കണ്ടിരിക്കുന്നു. നമ്മൾ പോകുന്ന വഴിയിൽ എന്തുമാത്രം ആപത്തുകളായിരിക്കും ഇരിക്കുന്നത്, എന്തുമാത്രം മരണമായിരിക്കും ഇരിക്കുന്നത്. നമുക്ക് അവിടെ എല്ലാം കർത്താവ് നമ്മളെ സൂക്ഷിക്കുകയാണ്. അനർത്ഥങ്ങളെല്ലാം മാറ്റിത്തരുകയാണ്. വഴികളെ നമുക്ക് ഒരുക്കി തരുക. എത്ര ഫ്ലൈറ്റ് വാനത്തിൽ കരിയുന്നു, വാനത്തിൽ നശിക്കുന്നു. അതിൽ യാത്ര ചെയ്ത് അത്ര പേരും കരിക്കഷ്ണമായി ചെതറുന്നു. എത്ര കപ്പൽ മുങ്ങുന്നു.
എത്ര ബോട്ടുകൾ മുങ്ങുന്നു, എന്തുമാത്രം പേര് വെള്ളം വാരിക്കൊണ്ട് പോകുന്നു. നമ്മുടെ യാത്രയിൽ എന്തുമാത്രം വാഹന അപകടങ്ങൾ ഉണ്ടായി ചെതറി ആ മാംസം പോലും കിട്ടാതെ എന്തോരം പേര് നശിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എന്തോരം പേര് ഇപ്പൊ കൈകാലുകൾ മുറിഞ്ഞു ഹോസ്പിറ്റലിൽ കിടക്കുന്നു. ഇതെല്ലാം ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. എന്നാൽ നമുക്കിപ്പോ ഒരു ആപത്തില്ലാതെ ഇത്രത്തോളം നാൾ നമ്മൾ ഇരിക്കാൻ കാരണം എന്റെ വഴി കാണുന്നവർത്തിനുണ്ടായിരുന്നു. ഞാൻ അവരുടെ വഴികളെ കണ്ടിരിക്കുന്നു. അത് മാത്രമല്ല, രണ്ടാമത്, ഞാൻ അവരെ സൗഖ്യമാക്കും. കർത്താവ് പറയാണ്, നിങ്ങളുടെ വഴികളെ കർത്താവ് നോക്കുമ്പോൾ നമ്മൾ ക്ഷീണിതരാണെങ്കിൽ, രോഗികളാണെങ്കിൽ, നമ്മൾ വേദനിക്കുന്നെങ്കിൽ കർത്താവ് പറയാണ്, ഞാൻ അവരെ സൗഖ്യമാക്കും, ഞാൻ അവരെ സൗഖ്യമാക്കും. എത്രമാത്രം വ്യക്തമായിട്ടാണ് ദൈവം നമുക്കിത് പഠിപ്പിക്കുന്നത്. ഞാൻ അവരെ എന്തോ ചെയ്യും? ദൈവത്തിന് സ്തോത്രം, സൗഖ്യമാക്കും എന്ന് പറയാണ്. ദൈവം പറയുന്നു, ദൈവത്തിന് സ്തോത്രം, ഞാൻ അവരുടെ വഴികളെ കണ്ടിരിക്കുന്നു, ഞാൻ അവരെ സൗഖ്യമാക്കും. അടുത്ത് പറയുന്നത്, ഞാൻ അവരെ നടത്തി അവർക്ക് അവരുടെ ദുഃഖിതന്മാർക്ക് തന്നെ വീണ്ടും ആശ്വാസം വരുത്തും. നമ്മളെ നടത്തുന്നൊരു ദൈവം, നമ്മളെ നടത്തിക്കൊണ്ടുപോകുന്നൊരു ദൈവം, ദുഃഖിതന്മാർക്ക് ആശ്വാസം നൽകുന്ന ദൈവം. അപ്പൊ എത്ര കാര്യമാണ് ഈ ഒരു വാക്യത്തിനകത്ത് അടങ്ങിയിരിക്കുന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചു നോക്കണം. 19ാമത്തെ വാക്യം നോക്കുമ്പോൾ, ആമേൻ, ദൈവത്തിന് സ്തോത്രം, ഞാൻ അധരങ്ങളുടെ വീണ്ടും ആശ്വാസം വരുത്തും എന്ന് പറഞ്ഞ കർത്താവ്, ഞാൻ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കും. ദൂരസ്ഥരും സമീപസ്ഥരും സമാധാനം എന്നും ഞാൻ അവരെ സൗഖ്യമാക്കുമെന്നും യഹോവ അരുളി ചെയ്യുന്നു. നമുക്ക് ദൈവം തമ്പുരാൻ എത്രമാത്രം വ്യക്തമായിട്ടാണ് ഓരോ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത്, എത്രമാത്രം വ്യക്തമായിട്ടാണ് ദൈവം നമുക്ക് ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അവിടെ പറയുന്നു, നടത്തി അവർക്ക് അവരുടെ ദുഃഖിതന്മാർക്ക് തന്നെ വീണ്ടും ആശ്വാസം വരുത്തുമെന്ന് പറഞ്ഞിച്ച് പറയാണ്, ഞാൻ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കും. ദൈവത്തിന് സ്തോത്രം. അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കും. ദൂരസ്ഥനും സമീപസ്ഥനും സമാധാനം എന്ന് ഞാൻ അവരെ സൗഖ്യമാക്കും എന്നും യഹോവയുടെ അരുളി ചെയ്യുന്നു. അപ്പൊ നമുക്ക് സമാധാനമില്ലയോ? കർത്താവ് സമാധാനം തരും. അധരത്തിനുള്ള ഫലം നമുക്ക് ദൈവം തരും. നിങ്ങൾ സ്തോത്രം പറഞ്ഞ് ദൈവത്തെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അതിന്റെ ഫലം ദൈവം നമുക്ക് തന്നെ ഒക്കത്തുള്ളൂ, തരും. ദൈവത്തിന് സ്തോത്രം. ദൈവം നിങ്ങളെ നടത്തും, നിങ്ങൾക്ക് സമാധാനം തരും, ആശ്വാസം തരും. ഒന്നുകൊണ്ടും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. കർത്താവിലേക്ക് പരമേൽപ്പിക്കുക, ദൈവത്തിന്റെ പാദത്തിൽ സലണ്ടർ ആകുക. ദൈവമേ, എന്റെ വിദ്യാഭ്യാസമോ, എന്റെ പണമോ, എന്റെ ആരോഗ്യമോ, എന്റെ അധ്വാനമോ ഒന്നുകൊണ്ടും എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, എനിക്കെല്ലാം നീയാണ്, നീ മാത്രമാണ്, നിന്നിൽ മാത്രം ഞാൻ ആശ്രയിക്കുന്നു പറഞ്ഞ് അവന്റെ പാദത്തിൽ അഭയം തേടി വന്ന കുഞ്ഞുങ്ങളെ ഒരു കാലത്തും എന്റെ ദൈവം വിടത്തില്ല. നിങ്ങൾ ആ 17ാമത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്കിയാൽ വ്യക്തമായിട്ട് ആരോടാ പറയുന്നത് മനസ്സിലാക്കും. കാരണമുള്ള കൃപ നമുക്ക് ദൈവം തരും. അതെനിക്ക് എടുക്കാനുള്ള സമയം ഇവിടെ ഇല്ല. ഞാൻ എടുക്കുന്നത് 18ാമത്തെ വാക്യമാണ്. ഞാൻ അവരുടെ വഴികളെ കണ്ടിരിക്കുന്നു. ഇന്ന് കർത്താവ് നിങ്ങളുടെ വഴികളെ കണ്ടിരിക്കുകയാണ്. കണ്ണുനീരോട്, വേദനയോട്. അന്ന് ആഹാർ അബ്രഹാമിന്റെ വീട്ടിൽ നിന്ന് നടന്നു പോകുമ്പോൾ ആ വഴിയില് അവളെ കണ്ടില്ലേ? കണ്ട് ദേവദൂതൻ എന്താ ചോദിച്ചു? എന്തുകൊണ്ട് നീ ദുഃഖമുഖമായിരിക്കുന്നു? അപ്പൊ നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മളെ തേടി വരുന്ന ഒരു ദൈവമുണ്ട്. നമ്മൾ എങ്ങോട്ട് പോകുന്നു? ആ വഴിയല്ല നമുക്ക് മുട്ടിക്കിടക്കുന്നു. നമുക്ക് എങ്ങോട്ട് പോകാൻ അറിയത്തില്ലയോ? ഇവൾക്ക് പോകാൻ വഴിയില്ല, അവൾ എങ്ങോട്ടാ പോകുന്നത്? വീടില്ല, സ്വന്തമില്ല, നാടില്ല, ഒന്നും അഡ്രസ്സില്ല. ഇങ്ങനെ മരുഭൂമി കൂടെ പോയിക്കൊണ്ടിരിക്കുക. വയറിനകത്തൊരു കുഞ്ഞുണ്ട്, എന്ത് ചെയ്യുന്ന അറിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. മറുപടിയും അവളെ ആ അബ്രഹാമിന്റെ വീട്ടിലേക്ക് മടക്കി അയക്കുകയാണ് ദൈവത്തിന്റെ ദൂതൻ വന്ന്. ദൈവത്തിന് സ്തോത്രം. നന്നായിട്ട് ശ്രദ്ധിക്കണം. നമ്മുടെ വഴികളെ കാണുന്നൊരു ദൈവമുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി ജീവിതം, നമ്മുടെ കുഞ്ഞുങ്ങളുടെ എല്ലാ കാര്യങ്ങളെയും അറിഞ്ഞൊരു ദൈവമുണ്ട്. നമ്മൾ ഓരോരുത്തരെയും മനസ്സിലാക്കിയൊരു ദൈവം നമുക്കുണ്ട്. അവൻ നമ്മളെ നടത്തുന്നൊരു ദൈവമാണ്. അവിടെ പറയുന്ന കണ്ടോ, ഞാൻ അവരുടെ വഴികളെ കണ്ടിരിക്കുന്നു, ഞാൻ അവരെ സൗഖ്യമാക്കും, ഞാൻ അവരെ നടത്തി. ദൈവത്തിന് സ്തോത്രം. നടത്തും ദൈവം നിങ്ങളെ, നടത്തുവേണ്ട വഴിയിലൂടെ നടത്തി. ദൈവത്തിന് സ്തോത്രം. ഞാൻ അവരെ ആമീൻ വഴികളെ കണ്ടിരിക്കുന്നു, ഞാൻ അവരെ സൗഖ്യമാക്കുമെന്ന് കർത്താവ് പറയാണ്. അവരെ നടത്തി അവർക്കും അവരുടെ ദുഃഖിതന്മാർക്കും തന്നെ വീണ്ടും ആശ്വാസം വരുത്തും. ഇന്ന് നിങ്ങൾ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. ആശ്വാസത്തിന്റെ കരം, സമാധാനത്തിന്റെ കരം, സന്തോഷത്തിന്റെ കരം നിങ്ങളെ തേടി വരുന്നുണ്ട്. മുറിഞ്ഞു കിടക്കുന്ന, തകർന്നു കിടക്കുന്ന, തരിപ്പണമായി കിടക്കുന്ന, ആശ്വാസത്തിന് വേണ്ടി കൈകളെ വിരിച്ചു നീക്കുന്ന നിങ്ങൾക്ക് കർത്താവ് ഇന്ന് ആശ്വാസമായി, ദുഃഖിതന്മാർക്ക് ആശ്വാസമായി, വഴിയില്ലാത്തവർക്ക് വഴിയായി, എല്ലാ സൗഖ്യമില്ലാത്തവർക്ക് സൗഖ്യമായി കർത്താവ് നിങ്ങളുടെ വഴികളെ കണ്ട് മനസ്സിലാക്കി നടത്താൻ വരുന്നുണ്ട്. ആ ദൈവത്തിലേക്ക് പരമേൽപ്പിക്കുക, കാത്തിരിക്കുക, വിശ്വസിക്കുക, ഏറ്റെടുക്കുക, താഴ്ത്തി കൊടുക്കുക. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളധികമായി സ്നേഹിക്കുന്ന വാത്സല്യ പിതാവേ, ഈ 1197ാമത്തെ ദിവസം
ഈ വാക്യങ്ങൾ വായിച്ച് പ്രാർത്ഥിക്കുവാൻ ദൈവം ഞങ്ങൾക്കൊരു ഭാഗ്യം തന്നല്ലോ. ഇങ്ങനൊരു പ്രഭാതം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. ഒരു പ്രാവശ്യം കൂടി അപ്പച്ചന്റെ പാദത്തിൽ ഇരുന്ന് നടത്തി വന്ന വിധങ്ങളെ ഓർത്ത് നന്ദി പറയുവാൻ, നിന്നെ സ്തുതിക്കുവാൻ, ഇനിയുള്ള നല്ല പാത ഞങ്ങൾ പോയി നന്മകളെ അനുഭവിക്കുവാൻ ഞങ്ങൾക്ക് നല്ല ഒരു നടത്തുന്ന ദൈവമായി ഇറങ്ങി വന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ വഴികളെ കാണുന്ന ഒരു ദൈവം, ഞങ്ങളുടെ ദുഃഖത്തെ മനസ്സിലാക്കിയ ഒരു ദൈവം, ഞങ്ങളുടെ രോഗങ്ങൾ, പ്രയാസങ്ങൾ, കഷ്ടങ്ങൾ, കണ്ണുനീരുകളെല്ലാം കണ്ട ഒരു ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്നല്ലോ. അതിനായി ദൈവത്തെ സ്തുതിക്കുക. അതിനാൽ ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ ഞങ്ങൾ മഹിമപ്പെടുത്തുകയാണ്. ഓ സ്തോത്രം കർത്താവേ. ഇന്ന് എന്റെ ദൈവമേ, നിന്റെ പാദത്തിരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും, ഓരോ മാതാപിതാക്കളെയും, ഓരോ ദൈവദാസന്മാരെയും എല്ലാരെയും കർത്താവ് ഒന്ന് അനുഗ്രഹിക്കണമേ. അവരൊന്ന് ബലപ്പെടുത്തണമേ, അവരെ ശക്തീകരിക്കണമേ. കർത്താവിന്റെ കൃപ, കർത്താവിന്റെ ദയവ്, കർത്താവിന്റെ കരുണ, കർത്താവിന്റെ ദൈവമേ നിന്റെ സ്നേഹം നിന്റെ കുഞ്ഞുങ്ങളോടുകൂടി ഇരിക്കണമെന്ന് അപ്പച്ചന്റെ നാമത്തെ ഞാൻ പ്രാർത്ഥിക്കാൻ. ഞങ്ങൾ പോകുന്ന വഴിയിൽ എന്തുമാത്രം ആപത്തുകൾ, എന്തുമാത്രം അനർത്ഥങ്ങൾ ഞങ്ങളെ തേടി ഇരിക്കുന്നുണ്ട് കർത്താവേ. അതൊന്നും ഞങ്ങളെ തൊടാതെ വണ്ണം, അതൊന്നും ഞങ്ങളെ നശിപ്പിക്കാതെ, അവന്റെ വലയിലോ കുഴിയിലോ കണ്ണിയിലോ ഞങ്ങൾ വീഴാതെ ഞങ്ങളെ സൂക്ഷിക്കുന്നൊരു ദൈവം, നടത്തിക്കൊണ്ടു പോകുന്ന ഒരു ദൈവം ഞങ്ങളുടെ മുന്നേ പോകുന്നതിനായി സ്തോത്രം. അത്ഭുതങ്ങൾ നീ പ്രവർത്തിക്കാനായി സ്തോത്രം. ഇത്രത്തോളം നടത്തി വന്നല്ലോ, ഇനി നടത്താൻ പോകുന്നതിനായി സ്തോത്രം കർത്താവേ. ഞങ്ങളെ കൊണ്ട് നടന്നു പോകുവാൻ കഴിയാതെ പാതകൾ കർത്താവേ സ്തോത്രം, അവിടെ എല്ലാം ഞങ്ങൾ നടത്തിക്കൊണ്ട് വന്നല്ലോ ദൈവമേ. ഇത്രത്തോളം താണ്ടി വരുവാൻ, ഇത്രത്തോളം കർത്താവേ സ്തോത്രം കടന്നു വരുവാൻ ദൈവം ഞങ്ങൾക്കൊരു ഭാഗ്യം തന്നല്ലോ. അതിനായി സ്തോത്രം അപ്പ. ഈ 1197 ദിവസം അണ്ടവരെ ദൈവമേ നിന്റെ പാദത്തിൽ വന്ന് നിൽക്കുവാൻ, നിന്നെ സ്തുതിക്കുവാൻ ഞങ്ങൾക്കൊരു കൃപ തന്നതിനായി എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു. അമ്മയുടെ ഉദരത്തിൽ ഉരുവായ സമയം മുതൽ കർത്താവേ ഞങ്ങളെ നീ കണ്ടു, ഞങ്ങളുടെ വഴികളെ നീ കണ്ടു, ഞങ്ങളുടെ ജീവിതം നീ കണ്ടു, ഞങ്ങളുടെ ഓരോ വിഷയങ്ങളും നീ മനസ്സിലാക്കി അന്ന് തൊട്ട് ഇന്ന് വരയ്ക്കും എന്റെ ദൈവം നടത്തിക്കൊണ്ട് വന്നല്ലോ. എത്ര മരണം, എത്ര ആപത്തുകൾ, എത്ര ഭയങ്കരമായിട്ടുള്ള കർത്താവ് വിഷയത്തിലെല്ലാം എന്റെ ദൈവത്തിന്റെ കരം ഉണ്ടായിരുന്നു, നിന്റെ പരിപാലനം ഉണ്ടായിരുന്നു. നീ ഞങ്ങളെ നടത്തിക്കൊണ്ട് വന്നിരിക്കുകയാണ്. ഞങ്ങൾ വന്നതല്ല, നടത്തിക്കൊണ്ട് വന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവേ. ദൈവമേ സ്തോത്രം, 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 സ്തോത്രം. ചെയ്ത സകല നന്മകൾക്കായി സ്തോത്രം. ഇന്ന് ഈ വായിച്ച വാക്യത്തിന് അടിസ്ഥാനത്തിൽ ദൈവമേ ഞാൻ അവരുടെ വഴികളെ കണ്ടിരിക്കുന്നു, ഞാൻ അവരെ സൗഖ്യമാക്കും. എന്റെ ദൈവം ഇന്ന് ആർക്കെല്ലാം സൗഖ്യം കൊടുക്കാൻ ആഗ്രഹിക്കുന്നു അവരെ നീ സൗഖ്യമാക്കണം. നീയാണ് പറഞ്ഞത് ഞാൻ അവരെ സൗഖ്യമാക്കുമെന്ന്. നിന്റെ വാക്ക് കള്ളമല്ല പച്ച. നീ പറഞ്ഞാൽ പറഞ്ഞതുപോലെ തന്നെ ചെയ്യും. ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ എന്റെ ദൈവം വാക്ക് കൽപ്പിക്കുന്നു, ഞാൻ അവരെ സൗഖ്യമാക്കുമെന്ന്. ഓ സ്തോത്രം, ഞാൻ അവരെ സൗഖ്യമാക്കും. ഞാൻ അവരെ നടത്തി. അങ്ങനെയെങ്കിൽ നടക്കുവാൻ കഴിയാത്തവർ, എഴുന്നേൽക്കാൻ കഴിയാത്തവർ, നടന്നു പോകാൻ വഴിയെല്ലാം മുട്ടിക്കിടക്കുന്നവരെ എന്റെ കർത്താവ് നടത്താൻ പോകുന്നതിനായി സ്തോത്രം. അവർക്കും അവരുടെ ദുഃഖിതന്മാർക്കും തന്നെ വീണ്ടും ആശ്വാസം വരുത്തുമെന്ന് കർത്താവ് പറഞ്ഞല്ലോ. എന്റെ ദൈവമേ ആശ്വാസദായകനായി, വിടുതലിന്റെ ദൈവമായി, നടത്തുന്ന ദൈവമായി, സൗഖ്യമാക്കുന്ന ദൈവമായി, ഞങ്ങളുടെ വഴികളെ മനസ്സിലാക്കി ആണ്ട് കർത്താവെ ഞങ്ങളെ അറിഞ്ഞൊരു ദൈവമായി ഞങ്ങളുടെ കൂടെ നീ വരുന്നതിനായി സ്തോത്രം, വരുന്നതിനായി സ്തോത്രം, നടത്തുന്നതിനായി സ്തോത്രം, പരിപാലിക്കാനായി സ്തോത്രം. കർത്താവേ നിന്റെ ചിറകിന്റെ മറവിൽ നിന്റെ കുഞ്ഞുങ്ങളെ നീ മറയ്ക്കുന്നതിനായി നന്ദിയോട് 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 ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന പച്ചാം, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഒരനർത്ഥവും നിന്റെ കുഞ്ഞുങ്ങൾക്ക് വരുവാൻ, ഒരാപത്തും നിന്റെ കുഞ്ഞുങ്ങൾക്ക് വരുവാൻ, ഒരു വേദനയും നിന്റെ കുഞ്ഞുങ്ങൾക്ക് വരുവാൻ എന്റെ ദൈവം സമ്മതിക്കരുതെന്ന് അപ്പച്ചന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് എന്നോടുകൂടെ മുട്ടുമടക്കിയിരിക്കുന്ന കുഞ്ഞുങ്ങൾ, പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങൾ, സന്തോഷത്തോട് ഇത് ഏറ്റെടുക്കുന്ന ഓരോ വ്യക്തികളെയും എന്റെ അപ്പച്ച നീ അവരൊന്ന് തൊടണമേ. അവരുടെ വിഷയങ്ങൾ നിനക്ക് അറിയാമല്ലോ, അവരുടെ വഴികൾ നിനക്ക് അറിയാമല്ലോ. അവരനുഭവിക്കുന്ന കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, രോഗങ്ങൾ, കണ്ണുനീരുകൾ, ദുഃഖങ്ങൾ, നെടുവീർപ്പുകൾ എല്ലാം നീ കാണുന്നുണ്ടല്ലോ. അവർക്ക് ആശ്വാസദായകനായി, വിടുവിക്കുന്ന ദൈവമായി, നടത്തുന്ന ദൈവമായി ഓ നീ ഇറങ്ങി വരുന്നതിനായി സ്തോത്രം. സൗഖ്യമാക്കുന്ന യഹോവയായി ഇറങ്ങി വരുന്നതിനായി സ്തോത്രം. ഇതൊരു വിടുതലിന്റെ ദിവസമായി, ഇന്നൊരു സന്തോഷത്തിന്റെ ദിവസമായി, എന്റെ കുഞ്ഞുങ്ങളുടെ ദുഃഖങ്ങൾ എല്ലാം കഴിഞ്ഞു പോകുന്നൊരു ദിവസമായി, അവിടെ ഇരുണ്ട ദിവസങ്ങൾ അത് പ്രകാശമായി വെളിച്ചമായി മാറുന്ന ഒരു ദിവസമായി ഇത് മാറ്റണമെന്ന് അപ്പച്ചന്റെ നാമത്തെ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരായി, ക്ഷീണിതരായി, അർദ്ധാവേ ബലഹീനരായി, രോഗികളായി, കൈവിടപ്പെട്ട് കിടക്കുന്ന ഓരോ കുഞ്ഞുങ്ങൾക്കും ഇതൊരു ആശ്വാസത്തിന്റെ ഒരു ടോണിക്കായി ഇത് മാറട്ടെ കർത്താവേ. ഇതൊരു ടോണിക്കായി മാറട്ടെ. ആത്മീക മനുഷ്യൻ ബലം പെറ്റ് കാലുകുത്തി എഴുതി നിൽക്കുവാൻ, ജയിക്കുവാൻ, വെല്ലുവാൻ കർത്താവേ അവൻ കർത്താവെ നിന്ന് കർത്താവിനെ മഹത്വപ്പെടുത്താനുള്ള കൃപ, ഇതിലൂടെ ശക്തിയും ബലനും എന്റെ കുഞ്ഞുങ്ങളുടെ ക്ഷീണിതമായിരിക്കുന്ന, ക്ഷീണിച്ചു കിടക്കുന്ന നരമ്പുകളിലേക്ക്, അസ്ഥികളിലേക്ക്, മാംസത്തിലേക്ക്, ഹാർട്ടിലേക്ക്, രക്തക്കൊഴലുകളിലേക്ക് ഇപ്പൊ കടന്നു ചെല്ലണമെന്ന് യേശുവിന്റെ നാമത്തെ പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ മഹത്വം ഇപ്പൊ വെളിപ്പെടുന്നതിനായി സ്തോത്രം. വിടുതലിന്റെ കരം എന്റെ കുഞ്ഞുങ്ങളുടെ മേൽ ഇപ്പൊ ചലിക്കുന്നതിനായി സ്തോത്രം. അവരുടെ ഭവനത്തിന്റെ മേൽ കർത്താവിന്റെ വലിയ മഹത്വമുള്ള പ്രവൃത്തികൾ വെളിപ്പെടുന്നതിനായി സ്തോത്രം. കർത്താവ് രോഗക്കടക്കയിൽ കടന്നുകൊണ്ട് നെടുവീർപ്പെടുന്ന കുഞ്ഞുങ്ങൾ, കർത്താവെ ആരെയും കൊണ്ട് രക്ഷപ്പെടുത്തുവാൻ കഴിയാതെ മുറിവേറ്റ് കിടക്കുന്ന കുഞ്ഞുങ്ങൾ, കർത്താവേ സ്തോത്രം, ആശ്വാസത്തിന് വേണ്ടി സ്വർഗത്തിലേക്ക് കണ്ണുകളെ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഇറങ്ങി വന്ന് ഇന്ന്
അത്ഭുതം നീ പ്രവർത്തിക്കനായി സ്തോത്രം. എനിക്ക് ബലമില്ല, എനിക്കൊരു ശക്തിയുമില്ലെന്ന് പറഞ്ഞ്, എനിക്ക് സഹായമെന്ന് പറഞ്ഞ് രണ്ട് കൈയും സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് കണ്ണുനീരോട് നെടുവീർപ്പെടുന്ന കുഞ്ഞുങ്ങൾ ഇതിനകത്തുണ്ടപ്പച്ച. അവരെ ആശ്വസിപ്പിക്കുവാൻ, അവരെ ബലപ്പെടുത്തുവാൻ, അവരുടെ പ്രാർത്ഥനാ വിഷയത്തിന് മറുപടി കൊടുക്കുവാൻ സ്വർഗമേ നീ എഴുന്നേറ്റ് വരുന്നതിനായി സ്തോത്രം. നിന്റെ കരമൊന്ന് നീട്ടുന്നതിനായി സ്തോത്രം. അത്ഭുതം ഇന്ന് നീ പ്രവർത്തിക്കാനായി സ്തോത്രം. ഇന്ന് ഞങ്ങൾക്കൊരു വിടുതലിന്റെ, ഒരു സൗഖ്യത്തിന്റെ, ഒരു അത്ഭുതത്തിന്റെ ദിവസമായി, ഒരു മിറാക്കിളിന്റെ ആയി മാറ്റണമേ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവം അത് ചെയ്യുന്നതിനായി സ്തോത്രം. ദൈവം അത് ചെയ്യുന്നതിനായി സ്തോത്രം. ദൈവം അത് ചെയ്യുന്നതിനായി സ്തോത്രം. ദൈവം അത് ചെയ്യുന്നതിനായി സ്തോത്രം. നിനക്ക് അസാധ്യമായത് ഒന്നും ഈ ലോകത്തിലില്ല പച്ച. എല്ലാം നിനക്ക് സാധ്യമാകും. എല്ലാം നിനക്ക് സാധ്യമാകും. എല്ലാം നിനക്ക് സാധ്യമാകും. സകലതും നിനക്ക് സാധ്യമാകും. അപ്പച്ചാ, മനുഷ്യനെയും കൊണ്ട് കൂടാതെ നിന്നെയും കൊണ്ട് കൂടും. ഞാനത് വിശ്വസിക്കുകയാണ്. കരങ്ങളെ കേൾപ്പിക്കുന്നു. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്താട്ട്. നിന്റെ മഹത്വമേറിയ കരം ഓരോരുത്തരുടെ മേലും ഇരിക്കട്ടെ. നിന്റെ കരത്തിലേക്ക് കേൾപ്പി നടത്തിക്കൊണ്ട് പോകണം. എല്ലാവരുടെ വഴി അറിഞ്ഞതിനായി സ്തോത്രം. സൗഖ്യമാക്കാൻ ഇറങ്ങി വന്നതിനായി സ്തോത്രം. ഈ വാക്ക് പറഞ്ഞല്ലോ, അത് പാലിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങളെ കേൾപ്പിക്കാൻ അടിനെ താഴ്ത്തുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ഈ വാക്യങ്ങൾ വായിക്കുക, വിശ്വസിക്കുക, പ്രാർത്ഥന ഏറ്റെടുക്കുക. ഇന്ന് പകൽ രാവിലെ 9:30 മണി തൊട്ട് 2 മണി വരയ്ക്കും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി വിശേഷമായിട്ട് ഈ ഹോസ്പിറ്റൽ വായിച്ചിരിക്കുന്ന എല്ലാ ഭവനങ്ങൾക്ക് വേണ്ടി, വ്യക്തികൾക്ക് വിശേഷമായിട്ടുള്ള ഉപവാസ പ്രാർത്ഥനയുണ്ട്. നിങ്ങളുടെ ഭവനത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി രോഗശാന്തിക്കുള്ള പ്രാർത്ഥനയുണ്ട്. ഈ പ്രാർത്ഥന നിങ്ങൾ അറ്റൻഡ് ചെയ്യാം. നിങ്ങൾ പ്രാർത്ഥനാ വിഷയങ്ങൾ അയക്കാം. എല്ലാം അയച്ചാലും അയച്ചില്ലേലും ഇതിനകത്തിരിക്കുന്ന പല ലക്ഷം മക്കളാണ്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങൾ തയ്യാറായിരിക്കും. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.